പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയൻ്റെ പ്രാർത്ഥനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പൊതുവെ കാണുന്ന ഒരു ട്രെൻഡാണ് ഏതൊരു വസ്തു വാങ്ങിയാലും അതിൻ്റെ റേറ്റിംഗ് അഥവാ റിവ്യൂ പരിശോധിക്കുക എന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓൺലൈൻ ഷോപ്പിംഗ് സ്റ്റോറായ ഫ്ലിപ്കാർട്ടോ അഥവാ ആമസോൺ വഴിയോ വാങ്ങുന്ന വസ്തുക്കൾ എല്ലാം തന്നെ റേറ്റിങ്ങും റിവ്യൂകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തിയാണ് പലരും അവ വാങ്ങുന്നത്. ഒരു എയർ കണ്ടീഷനോ ഫ്രിഡ്ജോ വാങ്ങിയാൽ നമ്മളിങ്ങനെ റേറ്റിംഗ് വിലയിരുത്താറുണ്ട്. 3 സ്റ്റാറോ 5 സ്റ്റാറോ എന്ന് നോക്കാറുണ്ട്. ഉദാഹരണത്തിന് TV ചാനലുകൾക്കും റേറ്റിംഗ് ഉണ്ട്. TRP ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സൂചിക. TRP എന്നാൽ ടെലിവിഷൻ റേറ്റിംഗ് പോയിൻറ്റ്. TV ചാനലിൻ്റെ റേറ്റിംഗ് എന്നാൽ ഏത് പരിപാടി, എത്ര പേര്, എത്ര നേരം, ഏത് വിഭാഗക്കാർ, ഏത് പ്രദേശങ്ങൾ കണ്ടു എന്നതിൻ്റെ ശരാശരി കണക്കാണ്. ഇതിലൂടെ ആ ചാനലിൻ്റെ പ്രചാരവും പരസ്യ മൂല്യവും നിർണ്ണയിക്കപ്പെടുന്നു. അതായത് റേറ്റിംഗ് ഉയർന്നാൽ ചാനലിൻ്റെ ജനപ്രീതിയും വിശ്വാസ്യതയും കൂടി ഉയരും. റേറ്റിംഗ് കുറഞ്ഞാൽ ചാനലിൻ്റെ ജനശ്രദ്ധയും പരസ്യ വരുമാനവും കുറയും. ഇന്ന് റേറ്റിംഗ് പലപ്പോഴും ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡമായിട്ട് മാറിയിട്ടുണ്ട്. പല വസ്തുക്കൾ വാങ്ങുന്നതിലും പല കാര്യങ്ങളുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിലും. ഇന്ന് വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസത്തിൻ്റെ റേറ്റിംഗ് വിലയിരുത്തുവാൻ നിങ്ങളെ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ ക്വാളിറ്റി വിലയിരുത്തുവാൻ, ക്വാണ്ടിറ്റി അല്ല മറിച്ച് ക്വാളിറ്റി. ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ വായിച്ച് കേൾക്കുന്ന ലൂക്ക 17:5. അപ്പോൾ അപ്പോസ്തലന്മാർ കർത്താവിനോട് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. യഥാർത്ഥത്തിൽ അപ്പോസ്തലന്മാർ ഒരു വലിയ അപേക്ഷയാണ് യേശുവിനോട് ഉന്നയിക്കുന്നത്. പക്ഷേ യേശുവിൻ്റെ മറുപടി വളരെ വിചിത്രവും അത്ഭുതകരവുമാണ്. വചനത്തിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നു, കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമീൻ വൃക്ഷത്തോട് ചൂടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളനുസരിക്കും. ഇവിടെ യേശു പറയുന്നത് വിശ്വാസത്തിൻ്റെ അളവിനെക്കുറിച്ചല്ല, മറിച്ച് വിശ്വാസത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. ചെറുതായിരുന്നാലും യാഥാർത്ഥ്യവും ഉണർത്തുന്നതുമായിട്ടുള്ള വിശ്വാസം അത്ഭുതങ്ങൾ നടത്താൻ കഴിയും. കടുകുമണി ചെറുതായാലും അതിൽ വലിയൊരു വൃക്ഷത്തിൻ്റെ ജീവൻ അടങ്ങിയിരിക്കുന്നുണ്ട്. അതുപോലെ ദൈവത്തിൽ നിന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന വിശ്വാസം വലിയ മാറ്റങ്ങളുണ്ടാക്കും. ഈശോ ഇവിടെ ഉദ്ധരിക്കുന്ന കടുകുമണി യഥാർത്ഥത്തിൽ ഭൂമിയിലുള്ള മറ്റു വിത്തുകളേക്കാൾ ചെറുതല്ല. ഉദാഹരണത്തിന് കടുകുമണിയേക്കാളും വളരെ ചെറുതാണ് ഓർക്കിഡ് വിത്ത്. ഏതാണ്ട് പൊടി പോലെ ഒരു വിത്തിന് 0.05 മില്ലിമീറ്ററിൽ താഴെയാണ് വ്യാസം. പക്ഷേ ഈശോ ഇവിടെ കടുകുമണിയുടെ ഉദാഹരണം പറയുവാൻ കാരണം യഹൂദർക്ക് സുപരിചിതമായിട്ടുള്ള ഒന്നാണ് കടുകുമണി. അതിനാലാണ് ഈശോ കടുകുമണിയെക്കുറിച്ച് ഉദ്ധരിക്കുവാനായിട്ടുള്ള കാരണം. തുടർന്ന് ഈശോ പ്രതിപാദിക്കുന്ന സിക്കമൂർ മരം, അതുമല്ലെങ്കിൽ മൾബറി മരം, ഏകദേശം 18 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഒരു മരമാണ്. അത് ഭൂമിയുടെ അടിയിലേക്ക് ആഴത്തിൽ വേരോടിക്കുന്ന ഒരു മരമാണ്. നൂറ്റാണ്ടുകളോളം ജീവിക്കാൻ കഴിയുന്നതിന് പിഴുതെറിയുവാൻ ഏതാണ്ട് അസാധ്യമാണ്. വേരോടുകൂടെ അതിനെ പിഴുതെടുക്കുക വളരെ ശ്രമകരമായിട്ടുള്ള, ആയാസകരമായിട്ടുള്ള ഒന്നാണ്. അതായത് അതിനെ വേരോടുകൂടെ പിഴുതെറിഞ്ഞ് കടലിൽ പതിപ്പിക്കുക വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. പക്ഷേ വിശ്വാസമുണ്ടെങ്കിൽ അതുപോലും സാധിക്കുമെന്നാണ് ഈശോ ഇവിടെ അർത്ഥമാക്കുന്നത്. മറ്റൊരിക്കൽ ഈശോ പറയുന്നുണ്ട്, വിശ്വാസമുണ്ടെങ്കിൽ മലകളെ മാറ്റിമറിക്കുവാൻ സാധിക്കുമെന്ന്. വീണ്ടും വിശ്വാസത്തിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഇവിടെ യേശു ശിഷ്യന്മാരുടെ വിശ്വാസത്തെ ഇകഴ്ത്തി പറയുകയല്ല. അവർക്ക് വിശ്വാസമില്ലെന്നല്ല, മറിച്ച് വിശ്വാസത്തിൽ ആഴപ്പെടുവാനായിട്ടുള്ള ആഹ്വാനം നൽകുകയാണ്. നമ്മുടെ ജീവിതത്തിൽ മാറ്റുവാൻ സാധിക്കാത്ത കാര്യങ്ങൾ പോലും മാറ്റുവാൻ നമ്മുടെ ചെറിയ വിശ്വാസത്തിന് സാധിക്കുമെന്ന് യേശു പറയുകയാണ്. ആദ്യകാല സഭാപിതാക്കന്മാർ ഈ സത്യം ഗ്രഹിച്ചു. അതിനാൽ തന്നെയാണ് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ഇങ്ങനെ പഠിപ്പിച്ചത്, വിശ്വാസം അളവ് കൊണ്ടല്ല മറിച്ച് ഗുണനിലവാരം കൊണ്ടാണ് അളക്കുന്നത്. യഥാർത്ഥ വിശ്വാസത്തിൻ്റെ ഒരു തീപ്പൊരിക്ക് ഒരു ആത്മാവിനെ ഒരു ജീവിതകാലം മുഴുവനും ഇളം ചൂടുള്ള വിശ്വാസത്തേക്കാൾ കൂടുതൽ ജ്വലിപ്പിക്കുവാൻ കഴിയുമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു.
ചുരുക്കത്തിൽ വിശ്വാസത്തിൻ്റെ ക്വാണ്ടിറ്റി അല്ല, മറിച്ച് ക്വാളിറ്റിയാണ് ഈശോ ഇവിടെ അർത്ഥമാക്കുന്നത്. നമ്മളിൽ നിന്നും ഈശോ ആവശ്യപ്പെടുന്നത് ഇപ്രകാരം ആഴമുള്ള ഒരു വിശ്വാസമാണ്, ക്വാളിറ്റിയുള്ള ഒരു വിശ്വാസമാണ്. ഈശോയുടെ ഈ പ്രബോധനത്തിൻ്റെ പശ്ചാത്തലം നമുക്ക് പഴയ നിയമത്തിൽ കാണുവാൻ സാധിക്കും. ഇന്നത്തെ ഒന്നാം വായന നമ്മൾ വായിച്ചു കേൾക്കുന്നു. ക്രിസ്തുവിന് 6 നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകൻ ഹബക്കുക്ക് നിരാശയോട് നിലവിളിച്ചു. ഹബക്കുക്ക് 1-ാം അധ്യായം 2 മുതൽ 3 വരെ വചനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നു. കർത്താവെ, എത്ര നാൾ ഞാൻ സഹായത്തിനായിട്ട് വിളിച്ചപേക്ഷിക്കും, അങ്ങത് കേൾക്കാതിരിക്കുകയും ചെയ്യും. എത്ര നാൾ അക്രമമെന്ന് പറഞ്ഞ് ഞാൻ വിലപിക്കുകയും അങ്ങനെ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. തിന്മകളും ദുരിതങ്ങളും കാണുമ്പോൾ എനിക്ക് അങ്ങ് എന്തുകൊണ്ട് ഇടവരുത്തുന്നു? ഹബക്കുക്ക് പ്രവാചകൻ തിന്മ, അനീതി, കഷ്ടപ്പാടുകൾ എന്നിവയാൽ നിറഞ്ഞ ഒരു ലോകത്തെ നോക്കി നിലവിളിക്കുകയാണ്. ദൈവത്തിൽ നിന്നും സഹായത്തിനായിട്ട് നിലവിളിക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ പ്രതികരണം ഉടനടിയുള്ള ഒരു പരിഹാരമല്ല, മറിച്ച് ഒരു വാഗ്ദാനമായിരുന്നു. തുടർന്ന് നമ്മൾ ഹബക്കുക്ക് 2:3 വായിക്കുന്നു. ദർശനം അതിൻ്റെ സമയം പാർത്തിരിക്കുകയാണ്, ആ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു, അതിന് മാറ്റമുണ്ടാവുകയില്ല. അത് വൈകുന്നുവെങ്കിൽ അതിനായി കാത്തിരിക്കുക, അത് തീർച്ചയായും വരും, അത് താമസിക്കുകയില്ല. ദൈവം പറയുകയാണ്, എന്നെ കാത്തിരിക്കൂ, എന്നെ വിശ്വസിക്കൂ. അതായത് വിശ്വസിച്ചാൽ സമയത്തിന് തികവിൽ ദൈവം പ്രവർത്തിക്കും. കർത്താവിൻ്റെ ഈ വാഗ്ദാനത്തോട് നമുക്ക് കൂട്ടി വായിക്കാവുന്ന മറ്റൊരു വചനമാണ് 1 പത്രോസ് 5:6. ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോട് നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. വിശ്വസിച്ചാൽ ദൈവം വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഒരുപക്ഷെ നമ്മുടെ കണ്ണുകൾക്ക് അത് കാണുവാൻ കഴിയുന്നില്ലെങ്കിൽ പോലും മാന്ത്രിക പരിഹാരങ്ങളോ വില കുറഞ്ഞ അത്ഭുതങ്ങളോ പ്രതീക്ഷിക്കുവാൻ ഈശോ പറയുന്നില്ല. വിശ്വാസത്തിൻ്റെ ഏറ്റവും ചെറിയ വിത്ത് നമ്മൾ പാകുമ്പോൾ പോലും ദൈവത്തിൻ്റെ കൈകൾക്ക് അസാധ്യമായത് ചെയ്യുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുവാൻ ഈശോ നമ്മളെ ക്ഷണിക്കുന്നു. വിശ്വാസം എല്ലായ്പ്പോഴും നമ്മുടെ സാഹചര്യങ്ങളെ ഒറ്റ രാത്രി കൊണ്ട് മാറ്റണമെന്നില്ല, പക്ഷെ അതെല്ലായ്പ്പോഴും നമ്മെ മാറ്റുന്നു. അത് നമുക്ക് സഹിക്കുവാനായിട്ടുള്ള കരുത്ത് നൽകുന്നു, ക്ഷമിക്കുവാനായിട്ടുള്ള ശക്തി നൽകുന്നു, ജീവിതത്തിലെ പ്രതിസന്ധികൾ പ്രത്യാശയോടെ നേരിടുവാനായിട്ടുള്ള ധൈര്യം നൽകുന്നു. ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിൽ നിന്നുമാണ് വിശ്വാസം ആരംഭിക്കുന്നത്, അത് പരിശീലനത്തിലൂടെ വളരുന്നു. അതേക്കുറിച്ചാണ് ഇന്നത്തെ 2-ാം വായനയിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു വെക്കുന്നത്. 2 തിമോത്തിയോസ് 1:6 നമ്മൾ വായിക്കുന്നു. എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്ന നമ്മുടെ വിശ്വാസത്തെ ജ്വലിപ്പിക്കണമെന്നും അതിനെ പരിപോഷിപ്പിക്കണമെന്നും പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ ദാനമായി കിട്ടിയ വിശ്വാസത്തെ വളർത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നു. ഹെബ്രായർ 11:1 വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യമാണ്. തുടർന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നു. 150-ാം ഖണ്ഡികയിൽ നമ്മൾ വായിക്കുന്നു, വിശ്വാസം എന്നത് മനുഷ്യന് ദൈവത്തോടുള്ള വ്യക്തിപരമായിട്ടുള്ള അടുപ്പമാണ്. അതിനാൽ വിശ്വാസം വ്യക്തിപരവും സ്വാതന്ത്ര്യവുമാണ്. അത് സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തോടുള്ള നമ്മുടെ പ്രതികരണമാണ്. ദൈവം ആദ്യമേ തന്നെ വെളിപ്പെടുത്തി, തുടർന്ന് നമ്മൾ വിശ്വാസത്തിൽ പ്രതികരിക്കുന്നു. ഈ വിശ്വാസത്തെ ജ്വലിപ്പിക്കുവാനും വളർത്തുവാനും നമുക്ക് സാധിക്കണം. അതിനുള്ള ഒരു മാർഗമാണ് ഈശോ 2-ാമത്തെ ഉപമയിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്. വിശ്വാസ ജീവിതം പുരസ്കാരം പ്രതീക്ഷിക്കുവാനുള്ള ഇടപാടല്ല, മറിച്ച് വിനയത്തോടെ ചെയ്യേണ്ട ഒരു സമർപ്പണമായിരിക്കണം. അതായത് ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം കർത്താവും ദാസനും എന്നതാണ്. ഒരു ദാസൻ തൻ്റെ കർത്താവിന് വേണ്ടി സേവനം ചെയ്യുന്നുവെങ്കിൽ അത് കടമ തന്നെയാണ്, അഹങ്കരിക്കുവാനുള്ള കാര്യമല്ല. നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ, പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം, സഭാസേവനം, ദരിദ്രർക്കുള്ള സഹായം, മറ്റു സ്നേഹകർമ്മങ്ങൾ എല്ലാം നമ്മുടെ കടമകളാണ്. ഇവ എല്ലാം തന്നെ ദൈവത്തിന് നന്ദി പറയുവാനായിട്ടുള്ള നമ്മുടെ കടമയാണ്. പലപ്പോഴും നമ്മൾ ചെറിയ കാര്യങ്ങൾ ചെയ്താലും വലിയ പ്രതിഫലം പ്രതീക്ഷിക്കാറുണ്ട്. അവയുടെ പേരിൽ പ്രതിഫലം തേടുവാനല്ല, അവസാനം നമ്മൾ പറയേണ്ടത് ഞങ്ങൾ വേണ്ടത് മാത്രം ചെയ്ത ദാസന്മാരാണ്. ഇങ്ങനെ വിശ്വാസത്തിൽ വളരുവാൻ, വിശ്വാസത്തിൽ പക്വത പ്രാപിക്കുവാൻ ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ്. ചിലപ്പോഴെല്ലാം
പക്വതയില്ലാത്ത വിശ്വാസം നമ്മൾ അഭിമുഖീകരിക്കാറുണ്ട്. ഒരു അമ്മാമ്മയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രായമായിട്ടുള്ളൊരു അമ്മാമ്മ, എന്നും പള്ളിയിൽ പോകുന്ന, എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന, എന്നും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന, എന്നും ബൈബിൾ വായിക്കുന്ന അമ്മാമ്മ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അമ്മാമ്മ ബൈബിൾ വായിക്കുന്ന സമയത്ത് നമ്മളിന്ന് വായിച്ചു കേട്ട തിരുവചന ഭാഗമാണ് അമ്മമ്മയ്ക്ക് ലഭിച്ചത്. ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ അമ്മമ്മ സ്വയം പറഞ്ഞു, ഇത് കൊള്ളാമല്ലോ, മരത്തിനോട് വിശ്വാസപൂർവ്വം പറഞ്ഞാൽ മരം വേരോടുകൂടെ പോയി കടലിൽ പതിക്കുമല്ലോ. അമ്മമ്മയ്ക്ക് ഈ വചനം വായിച്ചു കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം അമ്മാമ്മയുടെ വീടിൻ്റെ അടുത്തായിട്ട് അപ്പുറത്തുള്ള പറമ്പിലെ ദേവസ്വച്ചേട്ടൻ്റെ മാവിങ്ങോട്ട് ചരിഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹത്തെ പലതവണ മാവ് വെട്ടണമെന്ന് ഓർമ്മിപ്പിച്ചിട്ടും ഒന്നും അദ്ദേഹം ചെയ്തില്ല. അങ്ങനെ ഇരിക്കെ അമ്മമ്മയ്ക്ക് ഇങ്ങനൊരു ആശയം തോന്നി. അമ്മമ്മ വേഗം ബൈബിൾ അടച്ച് ബൈബിളുമായിട്ട് വേഗം വീടിന് പുറത്തേക്ക് ഇറങ്ങി. വീടിനോട് ചേർന്ന് ഈ ചരിഞ്ഞ മാവിൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് അമ്മാമ്മ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്ന മാവ് നീങ്ങിപ്പോകട്ടെ. 2, 3, 4 തവണ വാശിയോടെ ഓരോ തവണയും ഉറക്കെ ശബ്ദം കൂട്ടിക്കൊണ്ടും അമ്മമ്മ പറഞ്ഞു. പക്ഷെ 3, 4 തവണ പറഞ്ഞിട്ട് പോലും ഈ മാവിന് ഒരനക്കവും സംഭവിച്ചില്ല, ഒരു മാറ്റവും സംഭവിച്ചില്ല. അമ്മമ്മ വീണ്ടും ബൈബിൾ തുറന്നു ഒന്നുകൂടി വചനം വായിച്ചു ഒന്നുകൂടി പൂർവാധികം ശക്തിയോടുകൂടെ ഈ മാവിനോട് പറഞ്ഞു, അപ്പുറത്തെ പറമ്പിൽ പോയി പതിക്കുക. പക്ഷേ മാവിന് ഒരനക്കവും ഉണ്ടായില്ല. അവസാനം അമ്മാമ്മ സ്വയം പറഞ്ഞു, അല്ലെങ്കിലും ഞാൻ വിചാരിച്ചതാണ് ഇതൊന്നും സംഭവിക്കില്ലെന്ന്. പ്രിയപ്പെട്ടവരെ, ചിലപ്പോഴെങ്കിലും ഈ അമ്മാമ്മയെ പോലെയാണോ നമ്മുടെ വിശ്വാസം? പക്വത ഉള്ള വിശ്വാസമാണോ അതോ പക്വത ഇല്ലാത്ത വിശ്വാസമാണോ എൻ്റേത്? വിശ്വാസത്തിൻ്റെ റേറ്റിങ്ങിൽ ഞാൻ എവിടെയായിരിക്കും നിലകൊള്ളുക? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇപ്പോഴത്തെ ജീവിതത്തിൽ പിഴുതെറിയുവാൻ സാധിക്കാത്ത ആ മരം എന്താണ്? മാറ്റുവാൻ സാധിക്കാത്ത ആ മരം എന്താണ്? രോഗപീഡയാണോ? വിവാഹ തടസ്സമാണോ? ജോലി തടസ്സമാണോ? കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥയാണോ? കടബാധ്യതയാണോ? ഭൂതാത്മുള്ള ഒരു മുറിവാണോ? ചില തെറ്റായിട്ടുള്ള ആരോപണങ്ങളാണോ? അത് നിങ്ങളെ ഹബക്കുക്ക് പ്രവാചകനെ പോലെ കരയിപ്പിക്കുന്നുണ്ടോ? എങ്കിൽ ആ വിശ്വാസത്തിൻ്റെ തീ ആളിക്കത്തിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ, കടുകുമണിയുടെ വലിപ്പമുള്ള വിശ്വാസത്താൽ. സോ റേറ്റ് യുവർ ഫെയ്ത്ത്. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ റേറ്റിംഗ് എന്തായിരിക്കും? നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.